സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിൻ്റെ ആ തീരുമാനം കേട്ട് ആകെ ഷോക്ക്ഡ് ആയിരിക്കുകയാണ് സുജാത. ആ തീരുമാനം എങ്ങനെ സാഗർ ചെയ്യുമെന്നറിയില്ല. എന്തായാലും കൺമണിയുടെയും തൻ്റെയും ഭാഗത്താണ് അച്ഛൻ എന്ന കാര്യം കൃഷ്ണന് മനസ്സിലായിരിക്കുകയാണ്. അയാൾ ആകെ സന്തോഷത്തിലാണ്. ഒന്നാമത് തങ്ങളുടെ കല്യാണത്തിന് സാഗർ സമ്മതിച്ച കാര്യം കൊണ്ട്, പിന്നെ കൺമണിയെയും കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ടൂർ അടിക്കാമെന്ന സന്തോഷവും. കൃഷ്ണയും കൊണ്ട് സാഗർ പോകുകയാണെന്നുള്ള കാര്യമൊന്നും കൃഷ്ണന് അറിയില്ലല്ലോ. അതറിയുമ്പോൾ കൃഷ്ണൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയില്ല. എതിർത്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും കൺമണി പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സുജാതയും ആകെ പെട്ടിരിക്കുകയാണ്. അവരുടെ കാര്യമാണ് കഷ്ടം. ഇനി ഹേമയുടെയും മാനസയുടെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്നറിയില്ല. തൻ്റെ ഒപ്പം നിൽക്കുന്നുവെന്ന് വിചാരിച്ച സാഗർ കാലുമാറിയിരിക്കുന്നു. ഇനി അവരുടെ കല്യാണം എങ്ങനെ നടക്കാൻ പോയാൽ മാനസയോടും ഹേമയോടും താൻ എന്ത് പറയും എന്നൊക്കെ സുജാത ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം ഓഫീസിൽ വെച്ച് അല്ല ദേവ് സർ എൻ്റെ ഒരു സംശയമാണെന്നൊക്കെ ദേവിജിയോട് പറയുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ വെച്ച് കൃഷ്ണനും കൺമണിയും അവരുടെ പ്രണയ ലോകത്താണ്. അങ്ങനെയൊരു നേട്ടം കൺമണി സ്വന്തമാക്കിയതിൽ സന്തോഷിക്കുന്നുണ്ട് ഇരുവരും. കൃഷ്ണാണെങ്കിൽ കൺമണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ച് ആ മായയുടെ പേരാണ് പ്രണയം എന്നൊക്കെ കൃഷ് പറയുന്നുണ്ട്. എന്നിട്ട് ഉമ്മ വയ്ക്കാൻ നോക്കുമ്പോൾ ദേവ് സർ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. കൃഷ് തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണി അവിടെ നിന്നും ഓടുകയാണ്. പിന്നീട് കൃഷ്ണനെ പറഞ്ഞ് കളിയാക്കുകയാണ് മഹി. ദേവിജിയും ഉണ്ട് കൂടെ. ആ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞാണ് കേട്ടോ കളിയാക്കുന്നത്. കൺമണി പാരീസിൽ പോകുമ്പോൾ MD എന്ന നിലയ്ക്ക് കൃഷ്ണൻ കൂടെ പോകുമല്ലോ. അവർ തമ്മിൽ സ്നേഹത്തിലും കല്യാണം കഴിഞ്ഞതുമായ സ്ഥിതിക്ക് ആ ട്രിപ്പ് ഹണിമൂൺ ട്രിപ്പും കൂടി ആക്കാലോ എന്നൊക്കെയാണ് കേട്ടോ മഹി പറയുന്നതും ഉദ്ദേശിക്കുന്നതും. ദേവിജിയും വൈകാതെ തന്നെ കൃഷ്ണനും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഭാഗ്യശ്രീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബലരാമൻ്റെ അടുത്തെത്താണ്. ബലരാമൻ്റെ അവസ്ഥയൊക്കെ ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ സാഗരനാണെങ്കിൽ ഒന്നും പറ്റാത്തതിലും അത് കൺമണിയുടെ കൈകൊണ്ടായതുമൊക്കെ കൊണ്ട് ബലരാമന് നല്ല ആത്മസംതൃപ്തി ഉണ്ടല്ലോ. ഇപ്പോൾ ഏട്ടൻ പഴയതുപോലെ തന്നെ മിടുക്കിയായി. ഇനി ഏട്ടൻ ജയിലിലേക്ക് മടങ്ങിയാലും അധിക ദിവസമൊന്നും ഏട്ടന് ജയിലിൽ കിടക്കേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും ഏട്ടനെ ഞാൻ പുറത്തിറക്കും. പിന്നെ പുറത്തിറങ്ങി ഏട്ടൻ പഴയതുപോലെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ച് ബിസിയാകണം. അടുത്ത ഘട്ടമാണ് വിവാഹം. ഏട്ടനെ പറ്റിയൊരു പെൺകുട്ടിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഭാഗ്യശ്രീ പറയുന്നുണ്ട് കേട്ടോ ബലരാമനോട്.